എല്ലാവർക്കും വിദ്യാനികേതൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ ദ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, നമ്മൾ പണ്ട് മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണെന്ത്, നമ്മുടെ മാറ്ററിന് പ്രധാനമായിട്ടും 3 സ്റ്റേറ്റുകളാണുള്ളത്. എന്തൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ ഓരോന്നിനകത്തെ മോളിക്കുലാർ അറേഞ്ച്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഇത് നോക്കിയേ ഫിഗർ. ഇതിനകത്ത് ആദ്യം സോളിഡിൻ്റെ മോളിക്കുലർ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ലിക്വിഡ്, അത് കഴിഞ്ഞിട്ട് ഗ്യാസ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോന്നിനകത്തുമുള്ള മോളിക്കുലർ അറേഞ്ച്മെൻറ്റ് എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും അല്ലേ? സോളിഡിനകത്തുള്ള മോളിക്കുലർ അറേഞ്ച്മെൻറ്റ് എന്താണ്? ടൈറ്റ്ലി പാക്ക്ഡ് ആണ് അല്ലേ? അതായത് രണ്ട് മോളിക്യൂളുകൾക്കിടയിൽ എന്തില്ല, സ്പേസ് കുറവാണ്. അതേസമയം ലിക്വിഡുകൾക്കോ സ്പേസ് കുറച്ചുണ്ട് അല്ലേ? സോളിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് മോളിക്യൂളുകളുടെ ഇടയിലുള്ള സ്പേസ് കൂടുതലാണ്. ഗ്യാസോ മോളിക്യൂളുകളുടെ ഇടയിലുള്ള അല്ലെങ്കിൽ പാർട്ടിക്കിളുകളുടെ ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. സോളിഡിൻ്റെ പ്രത്യേകത ആണെന്ന് നോക്കാം. പാർട്ടിക്കിൾസ് ആർ ടൈറ്റ്ലി പാക്ക്ഡ് അല്ലേ? എന്താണ്? ടൈറ്റായിട്ട് പാക്ക് ചെയ്തേക്കാണ്. അതായത് രണ്ട് മോളിക്യൂളുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് പാർട്ടിക്കിൾക്കിടയിൽ സ്പേസ് ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അട്രാക്ഷൻ കൂടും. അതുകൊണ്ട് മോളിക്യൂൾസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ? സോളിഡിനകത്ത് പാർട്ടിക്കിൾസ് ടൈറ്റായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്, ഫ്രീ ആയിട്ട് ചലിക്കാൻ പറ്റത്തില്ല പാർട്ടിക്കിൾസിനകത്ത്. അതേസമയം ലിക്വിഡിനകത്തോ പാർട്ടിക്കിൾസിനെ ലൂസായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവിടെ സോളിഡ് വെച്ച് നോക്കുമ്പോൾ ലിക്വിഡുകളിൽ എന്താണ്, കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത നോക്കാം, എന്താണ്? ഗ്യാസിൻ്റെ കാര്യമാണ്. ഗ്യാസിനകത്തെ പാർട്ടിക്കിൾസിന് പ്രത്യേകം ശ്രദ്ധിച്ചേ. പാർട്ടിക്കിൾസ് ആർ വെരി ലൂസ്ലി പാക്ക്ഡ് അല്ലേ? അതായത് രണ്ട് മോളിക്യൂൾസുകളുടെ ഇടയിൽ എന്താണ് ഉള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുപോലെ തന്നെ എന്താണ്, അതുകൊണ്ട് ഇതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും, തീരെ കുറവായിരിക്കും. തീരെ കുറവായതുകൊണ്ട് ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യാൻ പറ്റും, റാൻഡമായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, റാൻഡമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സോളിഡിൻ്റെ, ലിക്വിഡിൻ്റെ, ഗ്യാസിൻ്റെ 3 കാര്യം പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എവിടെയാണുള്ളത്, സോളിഡിനകത്താണുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സോളിഡിനകത്ത് പാർട്ടിക്കിൾസ് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ്മെൻറ്റ് തീരെ കുറവാണ്. ഏറ്റവും കുറവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്യാസിനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റുന്നത് ഏതിനകത്താണ്, ഗ്യാസിനകത്താണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്, അതായത് സോളിഡിൻ്റെ പ്രധാന സവിശേഷതകൾ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്ത് പറയുന്നതേ പോലെ ഉള്ളൂ. ദേ ഹാവ് ഡെഫിനിറ്റ് മാസ്, അതിന് കൃത്യമായി എന്തുകൊണ്ട്, ഒരു മാസ് ഉണ്ട് അല്ലേ, നമുക്കറിയാം. ഡെഫിനിറ്റ് വോളിയം, അതിന് കൃത്യമായ എന്തുകൊണ്ട്, ഒരു വോളിയം ഉണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ്, എന്താണ്, കൃത്യമായൊരു ഷേപ്പ് ഉണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസസ് ആർ ഷോർട്ട്, അതായത് രണ്ട് മോളിക്യൂളുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് ആയിരിക്കും. നമ്മൾ അവിടെ നേരത്തെ കണ്ടു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ സ്ട്രോങ് ആയിരിക്കും. എന്തായിരിക്കും, വളരെ വളരെ സ്ട്രോങ് ആയിരിക്കും. ദെയർ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾ, അതിൻ്റെ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ് ആറ്റമോ മോളിക്യൂളോ അയോണുകളോ ആവാം. എന്തൊക്കെയാവും, ആറ്റമോ മോളിക്യൂളോ അയോണോ ആവാം. അതിനൊരു പ്രത്യേകതയുണ്ട്, എന്താണ്, ഹാവ് എ ഫിക്സഡ് പൊസിഷൻ, അതിന് കൃത്യമായ എന്തുകൊണ്ട്, ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ വെച്ചിട്ട് മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓസിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അതിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷൻ നടത്താൻ അതിന് പറ്റത്തുള്ളൂ. ഇനി അടുത്ത കാര്യമാണ് എന്ത് പറയുന്നത്, ദേ ആർ ഇൻകംപ്രസിബിൾ. എന്താണ് ഇൻകംപ്രസിബിൾ എന്ന് വെച്ച വാക്കിനർത്ഥം, അതായത് ബലം കൊടുത്താൽ എന്ത് പറ്റത്തില്ല, അതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്പോഞ്ച് എടുത്ത് നോക്കിയേ, സ്പോഞ്ചിനകത്ത് നമ്മൾ ബലം കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, സ്പോഞ്ചിനെ ചെറുതാക്കാൻ പറ്റത്തില്ലേ? അതേപോലെ തന്നെ നമ്മളൊരു ഇഷ്ടിക എടുത്താൽ ബലം കൊടുത്താൽ സ്പോഞ്ചിനെ ചെയ്തതുപോലെ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ബലം കൊടുത്താലും ചെറുതാക്കാത്ത, അല്ലെങ്കിൽ എന്താണ്, ചുരുക്കാൻ പറ്റാത്ത വസ്തുക്കളെയാണ് എന്ത് വിളിക്കുന്നത്, ഇൻകംപ്രസിബിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോളിഡുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻകംപ്രസിബിളുമാണ്, അതുപോലെ തന്നെ എന്തുമാണ്, റിജിഡുമാണ്. അപ്പോൾ ഇത്രയും നമ്മൾ സോളിഡുകളുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സാണ് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു, മാസ്, ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് ഷേപ്പ്. ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഷോർട്ട്.
ഇന്റർമോളിക്കുലർ ഫോഴ്സ് അതുകൊണ്ട് എന്താണ് സ്ട്രോങ് ആണ്. അതിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന് ഒരു ഫിക്സഡ് പൊസിഷൻ ഉണ്ട്. ഇതെന്താണ് ഇൻകംപ്രസിബിൾ ആണ്, അതുപോലെ തന്നെ എന്താണ് റിജിഡും ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന സോളിഡിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്, ക്രിസ്റ്റലൈൻ സോളിഡുകളെന്നും അമോർഫസ് സോളിഡ് എന്നും. ഇതൊക്കെയാണ് ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും. ഈ ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്റ്റലൈൻ സോളിഡുകളെ പറ്റിയിട്ടാണ്. എന്തിനെ പറ്റിയിട്ടാണ്? ക്രിസ്റ്റലൈൻ സോളിഡുകളെ പറ്റിയിട്ടാണ്. ഇൻ ദിസ് solid, the constant particle have a well ordered arrangement throughout the solid. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് എന്താണ്, ഈ സോളിഡ് മുഴുവൻ നോക്കിയാലും മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? ഒരു കൃത്യമായ ഓർഡറിലായിരിക്കും. എന്തായിരിക്കും? എന്താണുണ്ടോ ഏകദേശം എന്താണ് ഇങ്ങനെ എപ്പോഴും എന്താണ് ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്ത് അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കും നമ്മൾ? ഇതിനൊരു ലോങ് റേഞ്ച് ആണെന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോങ് റേഞ്ച് ഓർഡർ ആണെന്ന് പറയും. അപ്പോൾ എന്താണ് ആദ്യം തന്നെ പറഞ്ഞത്? ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ഒരു വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആയിരിക്കും. എന്തായിരിക്കും? ഒരു വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അതിനെ നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ എന്ന് വിളിക്കുക. അതിന് എന്തുകൊണ്ടെന്ന് വിളിക്കും? ഒരു ലോങ് റേഞ്ച് ഓർഡർ എന്ന് വിളിക്കും. They consist of a large number of small crystals. ഒരുപാട് ചെറിയ ക്രിസ്റ്റലുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ഉണ്ടാകുന്നത്. They have a definite geometrical shape. അതിന് കൃത്യമായ ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്, ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്, ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്. ഇതിൻ്റെ പ്രധാനമായിട്ടും എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നത് ക്വാർട്സ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറി, സോഡിയം ക്ലോറൈഡ് മുതലായവയൊക്കെയാണ്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡിന് എന്താണ്? ലോങ് റേഞ്ച് ഓർഡർ ആണ്. ഒരുപാട് ചെറിയ ക്രിസ്റ്റൽസ് കൊണ്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്, ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ക്വാർട്സ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറി മുതലായവയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് സോളിഡ് ആണ് എന്തെന്ന് പറയുന്നത് അമോർഫസ് സോളിഡ്. എന്താണ് അമോർഫസ് സോളിഡ്? ഇതിൻ്റെ പ്രത്യേകത നമ്മൾ മറ്റേതിന് എന്താണ് പറഞ്ഞത്? ലോങ് റേഞ്ച് ഓഫ് ഓർഡർ അല്ലേ, എല്ലാം ഒരേപോലെ കുറേ ദൂരം എന്ത് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേസമയം ഇവിടെ എന്തായിരിക്കും? ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും. എന്തായിരിക്കും? ഷോർട്ട് റേഞ്ച് ഓർഡർ. അതായത് എന്താണ് ഒരുപോലുള്ള പാർട്ടിക്കിൾസിന് അറേഞ്ച്മെന്റ് എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കും നമ്മൾ? ഷോർട്ടർ. ദേ ഹാവ് എന്താണ് ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് വിളിക്കും. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലിക്വിഡുകളെ പോലെ ആയിരിക്കും. The structure of this liquid is similar to that of liquid. ലിക്വിഡുകളെ പോലെ തന്നെയായിരിക്കും എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് പഠിച്ചായിരുന്നു. അതിനെന്താണ്? ഒരു ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ്, ഒരു മെൽറ്റിംഗ് പോയിന്റ്, ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഒക്കെ ഉണ്ടാവുമെന്ന് പഠിച്ചല്ലേ. അതേസമയം നമ്മുടെ ഈ അമോർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ഡെഫിനിറ്റ് ആയിട്ട് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാവില്ല, ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ എന്തുണ്ടാവില്ല? ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷനും ഉണ്ടാവില്ല. ഇതിനെ മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ട എക്സാമ്പിളുകളാണ് പ്ലാസ്റ്റിക്, ഗ്ലാസ്, റബ്ബർ, അമോർഫസ് സിലിക്ക, കോള്, ചാർക്കോള് മുതലായവ. ഈ ലിക്വിഡുകളെ പോലെ തന്നെ അമോർഫസ് സോളിഡിനുള്ള പ്രത്യേകതയുണ്ട്. എന്താണ് ലിക്വിഡിൻ്റെ മെയിൻ പ്രത്യേകത? എന്താണ്? അതിന് ഒഴുകാനുള്ള കഴിവുണ്ട്, അല്ലെ, ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഈ അമോർഫസ് സോളിഡുകൾക്കും എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ ഇതെന്ത് ഫ്ലോ ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് ഉണ്ട്, പക്ഷെ എന്താണ് കുറവെന്നല്ല, സ്ലോ, പതുക്കെയായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിന് ഒഴുകാൻ പറ്റത്തുള്ളൂ. Therefore, sometimes they are also called as pseudo solid or super cooled liquid. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ചില നേരം എന്ത് വിളിക്കും നമ്മൾ? സ്യൂഡോ സോളിഡോ എന്നോ അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നോ വിളിക്കും. ഇതിനൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ പഴയ ബിൽഡിങ്ങുകളുടെയൊക്കെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ജനലോ ഗ്ലാസ് ഡോറുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും, മുകളിലത്തെ ഭാഗത്തെക്കാളും കനം അല്ലെങ്കിൽ കട്ടി താഴത്തെ ഭാഗത്തിനായിരിക്കും. കാരണം എന്താണ്? ഈ വർഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? ഈ ഗ്ലാസ് ഒഴുകി അടിയിൽ വന്നിട്ട് അടിയുന്നതാണ്. മനസ്സിലായോ? അതാ പറഞ്ഞിരിക്കുന്നത്. ഗ്ലാസ് പെയിൻസ് ഫിക്സഡ് ടു വിൻഡോസ് ഓർ doors of old buildings are slightly thicker at the bottom than at the top. This is because the glass flows down very slowly and makes the bottom portion slightly thicker. Clear ആയല്ലോ? ഇനി നോക്കിയേ, amorphous solids on heating become crystalline at some temperature. അമോർഫസ് സോളിഡിനെ ചില ടെമ്പറേച്ചറിൽ എന്താക്കി മാറ്റാൻ പറ്റും? നമുക്ക് ക്രിസ്റ്റലൈനാക്കി മാറ്റാൻ പറ്റും, ചൂടാക്കിയാൽ മതി.
അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്ന് അറിയാമോ, പണ്ടത്തെ സിവിലൈസേഷനിലൊക്കെ കണ്ടെത്തിയ ചില ഗ്ലാസ്സുകൾ എന്തായിട്ട് കാണപ്പെടുന്നു, മിൽക്കി ആയിട്ട് കാണപ്പെടുന്നു. അതായത് മിൽക്കി ആയിട്ട് കാണപ്പെടുന്നു. കാരണം എന്താണ്, ക്രിസ്റ്റലൈസേഷൻ കാരണമാണ്. അപ്പം എന്താ പറഞ്ഞത്, പണ്ട് കാലത്ത് അതായത് പണ്ടത്തെ സിവിലൈസേഷനിൽ കണ്ടെത്തിയ ചില ഗ്ലാസ്സുകളൊക്കെ എന്തായിട്ട് കാണപ്പെടുന്നു, മിൽക്കി ആയിട്ട് കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ്, അവിടെ ക്രിസ്റ്റലൈസേഷൻ സംഭവിച്ചതുകൊണ്ടാണ്. അപ്പോൾ അമോർഫസ് സോളിഡിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ എന്തിൻ്റെയും കാര്യം പറഞ്ഞു, ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെയും കാര്യം. അത് രണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഐസോട്രോപിക് ആൻഡ് അനൈസോട്രോപിക് സബ്സ്റ്റൻസ്. എന്തൊക്കെയാണ് ഐസോട്രോപിക്കും അനൈസോട്രോപിക്കും? എന്താണ് ഐസോട്രോപിക്, എന്താണ് അനൈസോട്രോപിക് എന്ന് നോക്കാം. സോളിഡ്സ് ഇൻ വിച്ച് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് like electrical conductivity, refractive index, etc. are different when measured in different directions are said to be anisotropic in nature. അപ്പോൾ എന്താ പറയുന്നത്, അതായത് ചില സോളിഡിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചില ഓരോ ദിശയിൽ നോക്കുമ്പോഴും പലതായിട്ടായിരിക്കും അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. അങ്ങനത്തെ സോളിഡുകൾ എന്താണെന്ന് പറയും, അത് അനൈസോട്രോപിക് ആണെന്ന് പറയും. അപ്പോൾ എന്താ പറഞ്ഞത്, ചില സോളിഡിൻ്റെ എന്താണ് അതിൻ്റെ ഫിസിക്കൽ ക്വാളിറ്റീസ്, ഉദാഹരണം പറഞ്ഞാൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഒക്കെ എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലേ. ഇതിനെ ഓരോ ദിശയിൽ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വ്യത്യസ്ത വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് അതിനെ ആ സോളിഡുകളെ നമുക്ക് എന്താണെന്ന് പറയാം, അനൈസോട്രോപിക് ആണെന്ന് പറയാം. എന്താണെന്ന് പറയാം, അനൈസോട്രോപിക് ആണെന്ന് പറയാം. ഇനി എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറെൻ്റ് ആയിട്ട് മെഷർമെൻറ്റ് കിട്ടുന്നതെന്ന് അറിയാമോ? ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഓരോ ദിശയിലും ഓരോ തരത്തിലായിരിക്കും നിന്ന് പാർട്ടിക്കിൾസിനെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഓരോ ഡിറക്ഷനിലും ഡിഫറെൻ്റ് ആയിട്ട് മെഷർമെൻറ്റ് കിട്ടുന്നത്. അനൈസോട്രോപിക്കിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും അതിന് എക്സാമ്പിൾ, ക്രിസ്റ്റലൈൻ സോളിഡുകളായിരിക്കും. എന്ത് സോളിഡായിരിക്കും, ക്രിസ്റ്റലൈൻ സോളിഡുകളാണ് എന്തിന് എക്സാമ്പിൾ, അനൈസോട്രോപിക്കിന് എക്സാമ്പിൾ. തിരിഞ്ഞു പോകരുത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അനൈസോട്രോപിക്കിന് എക്സാമ്പിൾ ആരാണ്, ക്രിസ്റ്റലൈൻ സോളിഡുകളാണ്. ആരാണ്, ക്രിസ്റ്റലൈൻ സോളിഡുകളാണ് അനൈസോട്രോപിക്കിന് എക്സാമ്പിൾ. Solids in which the physical properties are same along any direction are said to be isotropic in nature. അപ്പോൾ ഇനി അടുത്തയാണ് എന്തെന്ന് പറയുന്നത്, ഐസോട്രോപിക് എന്ന് പറയുന്നത്. അതായത് ഏതൊരു ദിശ എടുത്താലും ആ ദിശയിൽ മെഷർ ചെയ്യുമ്പോഴും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, സെയിം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സോളിഡുകൾ എന്താണെന്ന് പറയാം, ഐസോട്രോപിക് ആണെന്ന് പറയാം. എന്താണെന്ന് പറയാം, ഐസോട്രോപിക് ആണെന്ന് പറയാം. This is due to the irregular arrangement of particles along different direction. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത് അറിയാമോ, ഓരോ ഡിഫറെൻറ്റ് ഡയറക്ഷനിലും പാർട്ടിക്കിൾസ് ഇറഗുലർ ആയിട്ടായിരിക്കും, ഒരു കൃത്യമായ ഓർഡറിലായിരിക്കത്തില്ല എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഒരേ ഡിറക്ഷനിൽ ഏതൊരു ഡിറക്ഷൻ എടുത്താലും അതിന് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിട്ട് കിട്ടുന്നത്, സെയിം ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം. മറ്റേത് അനൈസോട്രോപിക്കിന് എക്സാമ്പിൾ ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ ഐസോട്രോപിക്കിന് എക്സാമ്പിൾ എന്തായിരിക്കും, അമോർഫസ് സോളിഡ് ആയിരിക്കും. അപ്പോൾ മറക്കരുത് എന്താ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, ക്രിസ്റ്റലൈൻ സോളിഡുകൾ എന്ന് പറയുന്നത് എന്താണ്, അനൈസോട്രോപിക് ആണ്. തിരിഞ്ഞു പോകരുത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്രിസ്റ്റലൈൻ സോളിഡുകൾ എന്താണ്, അനൈസോട്രോപിക് ആണ്. അമോർഫസ് സോളിഡുകളോ ഐസോട്രോപിക് ആണ്. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ നമ്മളൊരു കമ്പാരിസൺ കൊടുത്തിരിക്കുകയാണ്, ക്രിസ്റ്റലൈൻ സോളിഡുകളും അമോർഫസ് സോളിഡുകളും തമ്മിലുള്ള കമ്പാരിസൺ. അത് നോക്കിയേ, അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് നോക്കിയേ. ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത് ലോങ് റേഞ്ച് ആണ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ലോങ് റേഞ്ച് ആണ്. അമോർഫസിനകത്തോ ഷോർട്ട് റേഞ്ച് ആണ്. ഇത് നോക്കിയേ, നമുക്കറിയാം ജോമെട്രിക്കൽ ഷേപ്പ് നോക്കി, ഇതിനാ കൃത്യമായിട്ടൊരു ജോമെട്രിക്കൽ ഷേപ്പ് ഉള്ളത്. ക്രിസ്റ്റലൈൻ സോളിഡിന് എന്താണ്, കൃത്യമായിട്ട് എന്തുണ്ട്, ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട് അല്ലേ. അതേസമയം അനൈസോട്രോപിക്കിനോ കൃത്യമായിട്ടൊരു ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടോ, ഇല്ല. ഇതിന് കൃത്യമായിട്ടുണ്ട്, ഇതിന് കൃത്യമായിട്ട് എന്തില്ല, ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ഇല്ല. ഇനി അടുത്ത് നോക്കിയേ, മെൽറ്റിംഗ് പോയിന്റ് കൃത്യമായിട്ടൊരു മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ആർക്കാണ്, ക്രിസ്റ്റലൈൻ സോളിഡുകൾക്കാണ്. ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡുകൾക്കാണ്. അതേസമയം നമ്മുടെ അമോർഫസ് സോളിഡുകൾക്ക് എന്തില്ല, കൃത്യമായിട്ടൊരു മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. ഇനി ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കൃത്യമായിട്ടുള്ളത് ആർക്കാണ്, ക്രിസ്റ്റലൈൻ സോളിഡുകൾക്കാണ്. എന്തിനാണ്, ക്രിസ്റ്റലൈൻ സോളിഡുകൾക്കാണ്. അതേസമയം അമോർഫസ് സോളിഡിനോ കൃത്യമായിട്ടൊരു എന്താണ്, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി മോഡ് ഓഫ് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, മോഡ് ഓഫ് ക്ലീവേജ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇതൊരു സോൾഡ് ആണെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും,
അതായത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഓരോ പാർട്ടും ഏത് രീതിയിൽ കിട്ടും എന്നുള്ളതാണ് ഇവിടെ ക്ലീവേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡ് ഓഫ് ക്ലീവേജ്, റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്. അതായത് ഈ ക്രിസ്റ്റലൈൻ സോൾട്ടിനെ ഏത് രീതിയിൽ കട്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന പാർട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേസമയം നമുക്ക് പറയാം അമോർഫസ് സോൾഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഇറഗുലർ ആയിരിക്കും. എന്തായിരിക്കും? ഇറഗുലർ ആയിരിക്കും. ക്രിസ്റ്റലൈൻ സോൾഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ട്രൂ സോൾഡ് ആയിരിക്കും. എന്തായിരിക്കും? ഒരു ട്രൂ സോൾഡ് ആയിരിക്കും. അതേസമയം അമോർഫസ് സോൾഡോ ഒരു സ്യൂഡോ സോൾഡ് ആണ്. എന്താണ്? ഒരു സ്യൂഡോ സോൾഡ് ആണ്. ഇനി ഐസോട്രോപ്പി ആണോ അനൈസോട്രോപ്പി ആണോ കാണിക്കുന്നത്? ക്രിസ്റ്റലൈൻ സോൾഡ് എന്ന് കാണിക്കും? അനൈസോട്രോപ്പി കാണിക്കും. അതേസമയം അമോർഫസ് സോൾഡോ ഐസോട്രോപ്പി കാണിക്കും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്തൊക്കെ പറ്റിയിട്ടാണ്? ക്രിസ്റ്റലൈൻ സോൾഡും അമോർഫസ് സോൾഡും, പിന്നെ അനൈസോട്രോപ്പിക് എന്താണ്, ഐസോട്രോപ്പിക് എന്താണ്, ക്രിസ്റ്റലൈൻ സോൾഡും അമോർഫസ് സോൾഡും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.